എല്ലാരും കിടക്ക പങ്കിടുന്നവരല്ല. ഒരു തർക്കവും വേണ്ട. ശോഭന എന്ന് പറഞ്ഞൊരു നടിയൊന്നും അറിയാതെ എത്രയോ നല്ല നടിയല്ലേ, എന്താ അവരിട്ടിട്ട് പോയെന്ന്? ഞാൻ പറഞ്ഞ തെറ്റാണ്, അവർ തെളിയിക്കട്ടെ. ഞാനിപ്പോ സംശയിക്കുന്നതാ മലയാള ഫിലിമിൽ ഒരു ക്രിമിനൽ ഉണ്ട്. ക്രിമിനൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നു, അവൻ വലിയ താമസമില്ല, അവൻ ജയിലിൽ പോവും, അവൻ അഴിയെണ്ണിയില്ലേ, അങ്ങേരോട് അഭിനയിക്കത്തില്ല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന്റെ മകന് ഒരു സിനിമ വരണം. അതിനാരായിരുന്നു എൻ്റെ മെയിൻ? തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിപ്പിച്ച് മകനെ നല്ലൊരു നടനാക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ഉസ്താദ് ഹോട്ടലിൽ തിലകൻ ചേട്ടനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. തിലകൻ ചേട്ടൻ്റെ തൈലത്തി എല്ലാം കഴിയും ഇവർക്കാർക്കും. തിലകൻ ചേട്ടൻ മോഹൻലാലിന് വലിയ കാര്യമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ്. എന്തേ എന്നോട് ലാലിങ്ങനെ പെരുമാറുന്നു എന്നാണ് പലപ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. തിലകൻ ചേട്ടനെ ഇത്രയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ ഏത് സാംസ്കാരിക നായന്മാരാ ഒന്ന് പ്രതികരിച്ചാലും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സുകുമാർ അഴീക്കോട്. അവിടെ പുസ്തകം ചുമക്കാൻ നിൽക്കുന്ന ഒരാള്, ചായ മേടിക്കാൻ നിൽക്കുന്നത്, അവനും ജനറൽ സെക്രട്ടറിയാണ്. അയാളാണ് തിലകൻ ചേട്ടനെതിരായിട്ട് വർത്താനം പറയുന്നത്. എനിക്ക് എൻ്റെ ഈ തട്ടിൽ കിടന്ന് മരിക്കണം നാടകത്തിൽ, അങ്ങനെ വേണം ഇവരോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ. ഈ രണ്ട് മഹാനടന്മാർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തിരുത്തില്ല ഈ വിലക്കെല്ലാം. നമസ്കാരം സാർ. മലയാള സിനിമയ്ക്ക് ഒരു അഭിനേതാവ് എന്ന രീതിയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാതെ ഇരുന്ന ഒരാളായിരുന്നു തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടൻ്റെ ഒരു അവസാന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അസ്വസ്ഥത എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മലയാള സിനിമയോട് ഒരിക്കലും ഞാൻ അനീതി കാണിച്ചിട്ടില്ല. ഞാനൊരു പ്രൊഡ്യൂസറുടെയൊക്കെ ഒരു എഗ്രിമെൻ്റ് വെച്ചാൽ ഒരിക്കൽ പോലും ഞാനൊരു വൈലേഷൻ നടത്തിയിട്ടില്ല. 9 to 9 ആണ് എൻ്റെ ഷെഡ്യൂള്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന എൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഞാൻ 8:45 അവിടെ ചെല്ലും, 9:05 ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അക്ഷരം എനിക്ക് പറയാനൊക്കത്തില്ല. മറ്റൊന്ന്, ഞാൻ അവിടെ ഒരിക്കൽ പോലും മദ്യപിച്ചു മറ്റു രീതി ബഹളം ഉണ്ടാക്കിയത് ഒരു സംഭവം പോലും അവർക്ക് പറയാനില്ല. പിന്നെ എന്തിന് അവരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നും അദ്ദേഹത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അത്. അദ്ദേഹം മരണം വരെ പോകുന്നിടം വരെ എന്തൊക്കെയെന്ന് പോകുന്നിടം വരെ ചോദ്യതാണ് മിസ്റ്റർ രാധാകൃഷ്ണൻ, എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ കൂടി നിന്ന് ആക്രമിക്കുന്നത്? അപ്പം എനിക്കും അത് സത്യത്തിൽ കേൾക്കുമ്പം അദ്ദേഹത്തെ പോലൊരു വലിയ മഹാനടൻ, മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എത്ര കഥാപാത്രങ്ങളെയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മറ്റേ സൂപ്പർ സ്റ്റാറുടെ ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ല. പക്ഷേ തിലകൻ ചേട്ടൻ എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെയുണ്ട്, കിരീടത്തിൻ്റെ ആ കത്തിതാടി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വരെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മഹാനടനെ എന്തർത്ഥത്തിലാണ് ഇവരെല്ലാം കൂടെ വട്ടം കൂടി എന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു? പക്ഷെ അദ്ദേഹം ആരും ഒരു വഴങ്ങത്തില്ല. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹം തികഞ്ഞൊരു നടനാണ്. അതാണ് അദ്ദേഹത്തെ പറ്റി ഏറ്റവും വലിയ. പിന്നെ അനീതി കണ്ടാൽ അപ്പം പ്രതികരിക്കും. അതാണല്ലോ ഇപ്പം നടക്കുന്നത്. ഇപ്പം വർത്തമാനകാലത്ത് നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു, ഈ അമ്മ സംഘടനയിലും ഫെഫ്ക സംഘടനയിലും മാഫിയ ഉണ്ട്, അവർ കുഴപ്പക്കാരാണ്. അങ്ങനെ പറഞ്ഞതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നായി പറഞ്ഞത്. ഞാൻ പറയില്ല, എനിക്ക് ഉത്തമ ബുദ്ധിയുള്ളതാണ്. അതാണ് ഈ പറയുന്നതല്ല. ഇപ്പം ഹേമ കമ്മീഷൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രതികരണങ്ങളായിരുന്നു. അതാണ് അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നത്, അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒറ്റപ്പെട്ട ശബ്ദമാണ്. മലയാള സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളിനെ നിസ്സാരമായിട്ട് ഔട്ടാക്കാം. കാര്യം എന്താ? ഇപ്പോൾ സൂപ്പർ സ്റ്റാറിനോട് ഡേറ്റ് ചോദിക്കുക ഒരു പ്രൊഡ്യൂസറെ, ഒരു സംവിധായകനും കൂടെ. ആദ്യമായിട്ട് ചോദ്യം, ആരാ കൂടെയുള്ളത്? കൂടെയുള്ളത് ആരാന്ന് ചോദിക്കും. അത് ഒന്ന് തിലകനാണ്. അയ്യോ എനിക്ക് ഡേറ്റ് ഇല്ല, എനിക്ക് 2025 വരെ 2030 വരെ എനിക്ക് ഡേറ്റ് ഇല്ല. പോയില്ലേ? വിലയ്ക്കോ? ഇല്ല, അയക്ക് ഡേറ്റ് ഇല്ല. അപ്പം ഈ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെയാണ് വിലക്കുന്നത്. അവർക്കിഷ്ടമുള്ളവരെ എന്തിനാ ഈ അവിടെ ചായ കൊടുക്കാൻ വെക്കുന്നവരെ വരെ തീരുമാനിക്കുന്നത് ഇവരാണ്. അങ്ങനെയാണല്ലോ മാക്ട ഉണ്ടായത്. വിനയന്റെ നേതൃത്വത്തിൽ മാക്ട ഉണ്ടായത് ഈ അധർമ്മത്തിനെതിരായിട്ട് പോരാടാനാ. പക്ഷേ അത് അന്ന് ഈ പറഞ്ഞ കഥെല്ലാം എല്ലാവർക്കും തൊഴിലാ. ആ മാക്ട ഉണ്ടായപ്പം കാനൻ രാജേന്ദ്രൻ ചെയർമാനും ഞാൻ വർക്കിംഗ് ചെയർമാനുമായിരുന്നു. വിനയൻ്റെ കൂടെ കുറച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നു.
പക്ഷേ അവർക്ക് തൊഴിലില്ല, അവർക്കൊരു സൈറ്റിൽ തൊഴിലില്ല, ഒരു ഡ്രൈവർക്കൊരു തൊഴിൽ കിട്ടത്തില്ല. കാരണം നമ്മുടെ തൊഴിലാളികളെ അവർ കയറ്റത്തില്ല. സ്വാഭാവികമായിട്ട് ജീവിതമാണ്. അവരെല്ലാം തിരിച്ച് ആ സംഘടനയിൽ പോയി. അങ്ങനെ വിലക്കുകൾ എന്ന് പറഞ്ഞാൽ നിയമപരമായ നോൺ ഇല്ല, വിലക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ആളിനെ വേണ്ട, അതായിരുന്നു അവരുടെ ഒരു ധാരണ. അപ്പൊ തിലകൻ ചേട്ടനെ അന്ന് വിലക്കിയിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെയൊക്കെ ഈ പറയുന്ന പോലെ സപ്രസ് ചെയ്ത് പല രീതിയിൽ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിനയന്റെ ഒരു പടത്തിൽ ക്യാപ്റ്റൻ രാജു, മാള അരവിന്ദൻ ഉൾപ്പെടെയുള്ളവർ എഗ്രിമെന്റ് വെച്ചതാ, അഡ്വാൻസ് മേടിച്ചതാ. എഗ്രിമെന്റ് വെച്ചാൽ ഈ അഡ്വാൻസ് അതൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്തു. എന്നാലോചിച്ചാൽ അവർക്ക് എത്രയോ സീനിയറാ, അവരെല്ലാം തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ അതിനൊരു കാരണമൊന്നും അവര് ബോധിപ്പിച്ചു? ഒരു കാരണം ആരോട് ബോധിപ്പിക്കാനാ? അതിന് ചങ്കൂറ്റുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, വിനയൻ. അയാൾ കേസിന് പോയി. കേസ് അയക്കാൻ കൂടി അവിടെ വിധിച്ചു. അമ്മ ഇത്ര ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു ട്രിബ്യൂണൽ. ഫെഫ്ക ഇത്ര രൂപ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇന്ത്യയുള്ളായിട്ട് ഇവരെയൊക്കെ ഉണ്ണിക്കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കാശ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിധി ഉണ്ടായി. അതിന് പറയാൻ ഒരാളെ ഒരു വിനയൻ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ല. എന്തിനാ തിലകൻ ചേട്ടനെ ഇത്രയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ ഏത് സാംസ്കാരിക നായന്മാരാ ഒന്ന് പ്രതികരിച്ചാലുമില്ല? ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സുകുമാർ അഴീക്കോട്. അദ്ദേഹം മാത്രമാണ് ഒരു പൊതുയോഗത്തിൽ, മൂവാറ്റുപുഴയിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്ന ആകാശം, അതാണ് ഈ തിലകൻ. ആകാശമില്ലെങ്കിൽ നക്ഷത്രമുണ്ടോ? ആകാശം ഇല്ലെങ്കിൽ നക്ഷത്രമില്ല. ആ ആകാശമാണ് ഈ ഇരിക്കുന്ന തിലകൻ. അത് പറഞ്ഞപ്പോൾ ആ ജനങ്ങളുടെ ആരവെന്ന് വെക്കണമായിരുന്നു. അതാണ് ജനങ്ങളുടെ മനസ്സിൽ തിലകൻ. സുകുമാർ അഴീക്കോട് മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ പറയുന്ന വളരെ കുറിക്കുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം. എന്തെല്ലാം അദ്ദേഹം എന്ന് പറയാം പ്രസംഗിച്ചവിടെ. സത്യത്തിൽ ആ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു എന്തെന്നായിരുന്നു ഈ തിലകൻ ചേട്ടനുള്ള ഒരു ശക്തി. ന്യായത്തിന് വേണ്ടി അഴീക്കോട് മാഷ് നിൽക്കും. അങ്ങനെയാണ് തിലകൻ ചേട്ടന് ഒരു ആത്മധൈര്യം ഉണ്ടായതും ഇത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതും. പക്ഷെ വേറെ ആരെങ്കിലും വിട്ടിയോ? പിന്നെ ഒരാൾ തിലകൻ ചേട്ടനെ കാണിക്കുന്ന അനീതിയാണെന്ന്, അതാണ് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പുച്ഛം പറയാൻ തുടങ്ങി എല്ലാവരും. അങ്ങനെ അന്ന് തിലകൻ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരുപാട് ആളുകൾ അത് ഈ ഒരു മേഖലയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ള പേരായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു റിപ്പോർട്ട് വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പം അതൊരു പോരാട്ടമായിരുന്നു എന്ന് പലരും തിരിച്ചറിയുന്നു എന്ന് പറയുന്നത്. അതല്ലേ സത്യം. അദ്ദേഹം പറഞ്ഞ എല്ലാം ഓരോന്നും ശരിയായിരുന്നു. അദ്ദേഹം, ഞാനിപ്പോഴും ഓർക്കുന്നു, മനോരമയുടെ ജോണി ലൂക്കോസുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മലയാള ഫിലിമിൽ ഒരു ക്രിമിനലുണ്ട്, ക്രിമിനൽ. ഇങ്ങനെ അദ്ദേഹം പറയുന്നു, അവൻ വലിയ താമസമില്ല, അവൻ ജയിലിൽ പോവും, അവൻ അഴി എണ്ണിയില്ലേ അയാൾ? നമ്പർ 1 അവനായിരുന്നു. നമ്പർ 1 ഈ തിലകൻ ചേട്ടനെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്പർ 1 അവനായിരുന്നു. കാരണം അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പ്രമാണിമാരുമായിട്ടൊക്കെയുള്ള ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യനെ, നല്ല മനുഷ്യനെ ബലിയേടാക്കുകയായിരുന്നു. അങ്ങനെ ഒരു കല്ലെറിഞ്ഞാൽ അന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും. അവിടെ പുസ്തകം ചുമക്കാൻ നിൽക്കുന്ന ഒരാൾ, ചായ മടിക്കാൻ നിൽക്കുന്നത്, അവനും ജനറൽ സെക്രട്ടറി, അയാളാണ് തിലകൻ ചേട്ടനെതിരായിട്ട് വർത്താനം പറയുന്നത്. അപ്പം അതൊക്കെ എൻ്റെ കാരണം വെച്ചാൽ ഇവർക്കൊക്കെ നിന്ന് പോകണം. അതിന് തിലകൻ ചേട്ടന് ഒരു എന്താ പറയുന്നത്, മറുവശത്തെക്കൊണ്ടുള്ള പോരാട്ടം. പക്ഷെ അങ്ങനെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ തോക്കുന്നവനല്ല, അങ്ങേരുടെ ബ്ലഡ് അതാണ്. അങ്ങനെ എന്തെല്ലാം രീതി നോക്കി. പത്തനാപുരത്തൊരു മീറ്റിങ് അദ്ദേഹത്തിന്, അന്ന് ഞാനും കൂടെ പോയത്. കാരണം എനിക്ക് ഈ പത്തനാപുരം ആയതുകൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാടല്ലേ, ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയുടെ നാടല്ലേ, സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അതനുസരിച്ച് ഞാനും ചില കരുതലൊക്കെ നടത്തി അവിടെ പോയി. ചെന്ന് പോലീസിൽ പറഞ്ഞിരുന്നു, എല്ലാം പറഞ്ഞു. പക്ഷെ ചെന്ന് പറഞ്ഞു ചെറുക്കാൻ അവിടെ ചെന്ന് പോവാന്ന് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു പൂര് തുടങ്ങി. സാധനം അദ്ദേഹം പറഞ്ഞു, ഈ പത്തനാപുരത്ത് ഇത്ര കുറുക്കൻ്റെ മക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കുറുക്കൻ്റെ മക്കൾ ഈ പത്തനാപുരത്ത് സാധാരണ മനുഷ്യരാണ് ഇവിടെ പഠിച്ചത്, കുറുക്കന്മാരാണ് ഇവിടെ കൂടുതലും എന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച അവരുടെ കൂന്നൊരു കുറച്ച് കുറുക്കന്മാരെന്ന് പറഞ്ഞപ്പോൾ അവസാനം അങ്ങനെ പറഞ്ഞു, എന്നെ കൂവി തോപ്പിക്കാമെന്ന് ഒരവനും വിചാരിക്കേണ്ടതാ. വെല്ലുവിളിച്ച് അവിടെ നിന്ന് സ്റ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, എന്നെ സിനിമയിൽ നിന്ന് കളയാം, സീരിയലിൽ തന്നെ ഒഴിവാക്കാം, എന്നാൽ ഞാൻ എൻ്റെ പഴയ ലാവണത്തിലേക്ക് പോകും, നാടകത്തിലേക്ക്. അവിടെ ഒരവനും എന്നെ വിലക്കാൻ ഒക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങളുണ്ട്, ഞാൻ അവരുടെ ഒപ്പം കേരളത്തിൽ നടക്കും.
അങ്ങനെയാണ് അമ്പലപ്പുഴയിൽ ഞാൻ അമ്പലപ്പുഴ അക്ഷരജാല എന്ന് പറയുന്ന നാടകസമിതി ഉണ്ടാക്കി. തിലകൻ ചേട്ടൻ സംവിധാനം ചെയ്ത് തിലകൻ ചേട്ടൻ അഭിനയിച്ച് ആദ്യത്തെ ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാടകം എന്ന് പറയുന്ന നാടകം ഉദ്ഭവിക്കുന്ന അങ്ങനെയാണ്. അത് 104 ബുക്കിങ്ങായി. 95 കളിച്ചു. 95ാമത്തെ കളിക്കാൻ പോകുന്ന അന്നാണ് രഞ്ജിത്ത് വരുന്നത് അമ്പലപ്പുഴ. എൻ്റെ ഈ പറഞ്ഞ അദ്ദേഹം താമസിക്കുന്ന അവസ്ഥ. എൻ്റെ മോളുടെ ശ്രീകൃഷ്ണ ടവർ എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് അദ്ദേഹം താമസിക്കുന്നത്, 110 നമ്പർ റൂമിൽ. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനൊരു സിനിമ ഇറക്കുന്നു, ചേട്ടൻ അതിൻ്റെ ഒരു വേഷം എടുക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു, ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ. എനിക്ക് വിലക്കല്ലേ നിങ്ങളാ? ഇല്ല, ഞാൻ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു, ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരാളിനെ നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ തിലകനെ വിളിക്കത്തില്ല, അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിലകനെ കൊണ്ട് അഭിനയിപ്പിക്കും, അത് നിങ്ങൾക്ക് 10-15 ദിവസം ഞാൻ തരാം, എനിക്കൊരാളിനെ തരണം എന്ന് പറഞ്ഞ് പോയി തിരിച്ചു വന്നപ്പം അവർ പറഞ്ഞു രക്ഷയില്ല. അപ്പം അന്ന് ഈ രഞ്ജിത്ത് സാറിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവർ സമ്മതിച്ചിട്ടില്ലേ? സമ്മതിക്കാന്ന് പറഞ്ഞാൽ വേറെ ഈ അന്നത്തെ ആ ക്യാരക്ടർ കണ്ടപ്പോൾ മറക്കുമോ? എന്തിനാ കല്യാണ പെണ്ണ് കാണലൊരു ചടങ്ങുണ്ട്, ആ ഒറ്റ ചടങ്ങ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മായുമോ? ഇല്ല, ഒരിക്കലും ആലോചിച്ച് എത്ര സിമ്പിളത്. അത് അഭിനയമാണോ? അതൊരു ഒരു ജീവിതം. അതുപോലെ അഭിനയിക്കാൻ ആരാ മലയാള സിനിമയിലുള്ളത്? ചുമ്മാ പുറകെ കൈയും കെട്ടി ഷൂ എന്നൊക്കെ പറയുന്നത് കാണും. ഇത് അല്ല, അഭിനയം എന്ന് പറയുന്നത് അതൊരു കലയാണ്. അവസാനം അങ്ങനെയൊക്കെ ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോഴോ അങ്ങേരോട് അഭിനയിക്കത്തില്ല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകന് ഒരു സിനിമ വരണം. അതിനാരായിരുന്നു എൻ്റെ മെയിൻ? ഉസ്താദ് ഹോട്ടലിൻ്റെ തിലകൻ. തിലകൻ്റെ കൂടെ അഭിനയിച്ചാൽ നടനാവും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ആ കെമിസ്ട്രി അവിടെയാണ്. തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിപ്പിച്ച് മകനെ നല്ലൊരു നടനാക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ആ ഉസ്താദ് ഹോട്ടലിൽ ഈ തിലകൻ ചേട്ടനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ തിരിച്ചു വന്നില്ല. അങ്ങനെ തിരിച്ചു വന്ന് അങ്ങയുടെ പിന്നെ അങ്ങനെ ആരോഗ്യം, സത്യത്തിൽ ആ നാടകത്തോടുകൂടി അങ്ങനെ ആരോഗ്യം. 2 മണിക്കൂറല്ലേ നാടകം, അതിനകത്ത് 1.5 മണിക്കൂർ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുക. ഇത്രയും ബ്ലഡ് ഷുഗർ 310 315 ഒക്കെ അന്നത്തെ ബ്ലഡ് ഷുഗർ. അതൊക്കെ വെച്ചോണ്ടാ യൂറിയ 100 കണ്ട്, ക്രിയാറ്റിൻ 2.9 or 3 കണ്ട്, കാല് എത്രയുണ്ട് മന്ത് പോലെ, കിഡ്നി എഫക്റ്റ്. അങ്ങനെ വിജയവരാഹൻ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ഭാവിച്ചില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഈ നാടകം നടന്ന ചേട്ടന് എനിക്കൊരാഗ്രഹമുള്ളൂ മിസ്റ്റർ രാധാകൃഷ്ണൻ, ഈ തട്ടിൽ കിടന്ന് മരിക്കണം. എനിക്ക് എൻ്റെ ഈ തട്ടിൽ കിടന്ന് മരിക്കണം, നാടകത്തട്ടിൽ. അങ്ങനെ വേണം ഇവരോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ. മധുരപ്രതികാരം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ. കാരണം അങ്ങനെ ചോദിക്കുന്ന ഇന്നും അതിന് ഉത്തരവില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മാഫിയ എന്ന് പറഞ്ഞ ശരിയാ, അന്നും പറഞ്ഞു, മരിക്കുന്ന വരെ പറഞ്ഞു മാഫിയാണെന്ന്. ഇപ്പം എന്താ ഹേമ കമ്മീഷൻ പറഞ്ഞപ്പോൾ എന്താ ഇവർക്ക് നോക്കില്ലേ? ശരിക്കും ഈ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഇങ്ങനെ വിലക്കി വെച്ചിരുന്നു, പരോക്ഷമായിട്ട് അത് ചെയ്തിരുന്നു എന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് ഇപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ തന്നെ അങ്ങേര് പ്രതികരിക്കും. ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ പുറത്ത് വരും എന്നുള്ള പേടി. അദ്ദേഹം ഇതൊക്കെ പ്രതികരിക്കും. എന്നിട്ട് അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹം കണ്ടുകൂടിയാണ്, അദ്ദേഹം പെട്ടുകൂടിയാണ്, അദ്ദേഹത്തെ പറ്റി മോശമായിട്ടൊക്കെ പറയുക. അയാളുടെ വ്യക്തിപരമായ പറ്റി എനിക്ക് തോന്നില്ല. പക്ഷെ എൻ്റെ കൂടെ താമസിച്ചിടത്തോളം കാലം അദ്ദേഹം 100% പെർഫെക്റ്റ്. പിന്നെ ആരാ പൊതുജീവിതത്തിൽ എല്ലാവരും അങ്ങ് ഇതെന്നാണോ? ആരുടെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ജോലി നോക്കിയില്ലല്ലോ. പക്ഷെ അങ്ങേരെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങേര് ചില കാര്യങ്ങളിൽ വളരെ ഉറച്ച നിലപാടുകളുള്ള ആളാണ്. ആ നിലപാടിന് വേണ്ടി അങ്ങനെ നിൽക്കും അവസാനം വരെ. അതിവർക്ക് സൂചിക്കില്ല. ഈ വരേണ്യവർക്ക്, ഈ പ്രമാണിമാർ, അവരാണല്ലോ ഈ അഭിനയത്തിൻ്റെ അവസാനത്തെ വാക്ക്. തിലകൻ ചേട്ടൻ്റെ 8 അയലത്തി എല്ലാം കഴിയും ഇവർക്ക് ആർക്കെങ്കിലും. എന്നാൽ സത്യത്തിൽ തിലകൻ ചേട്ടൻ ഈ മോഹൻലാലിന് വലിയ കാര്യമാണ്. അതാണ് ഇപ്പം തിലകൻ ചേട്ടൻ്റെ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പം മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞ അവരുടെ 2 പേരുടെ പേരുകൾ ഇതിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ മോഹൻലാലിനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നല്ല സ്നേഹമായിരുന്നു, സ്നേഹത്തോട് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ മമ്മൂക്കാടെ കാര്യം പറയുമ്പോഴാണെങ്കിലും തിലകൻ ചേട്ടൻ്റെ മകൻ ഷോബി തിലകൻ സംസാരിച്ച ഒരു ബൈറ്റിലാണെങ്കിലും മമ്മൂക്കായും തിലകനും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല,
ചെറിയ പിണക്കങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത് പിന്നെന്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് മഹാനടന്മാര് വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തിരുത്തില്ല ഈ വിലക്കെല്ലാം. നമ്മുടെ അച്ഛൻ്റെ പ്രായമുള്ള ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ മാറ്റുറയ്ക്കാനുള്ള നടൻ വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു കാരണവശാലും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഇവരുടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞവര് തിലകഞ്ചേട്ടൻ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്, ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ് എപ്പോഴും പറയും. അയാൾ അത്ര കുഴപ്പക്കാരൻ എന്നോട് പറഞ്ഞിട്ടുള്ള സത്യസന്ധത പറയാ. പക്ഷെ എന്തേ ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു എന്നെനിക്ക് അങ്ങനെ പറയുന്ന ഭാഷ, എന്തേ എന്നോട് ഈ ലാൽ ഇങ്ങനെ പെരുമാറുന്നു എന്നാണ് പലപ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ലാലേട്ടനും മാറ്റി നിർത്തിയിരുന്നു തിലകഞ്ചേട്ടനെ എന്നാണോ? അല്ല, അല്ലെങ്കിൽ പിന്നെ ലാലിന് ഇടപെടാമല്ലോ. ലാൽ അമ്മയുടെ പ്രസിഡന്റ് അല്ലേ. അല്ല, അതായിരുന്നു തിലകഞ്ചേട്ടൻ്റെ അത്രയും വിഷമം ഉണ്ടാക്കിയ കാര്യം. 100% അദ്ദേഹത്തിന് മാറ്റി നിർത്തപ്പെട്ടു വലിയ വിഷമമായിരുന്നത്. ഇത് കാര്യം അങ്ങനെ അവസരങ്ങളല്ലേ. അങ്ങേര് ഇപ്പൊ എന്താ എത്രയോ ക്യാരക്ടറാണ് അദ്ദേഹം നമ്മുടെ മലയാള സിനിമ ഞാൻ പറയുന്നതൊക്കെ എന്തെല്ലാം എണ്ണിയാ തീരാത്ത രീതിയിലുള്ള എന്താ റൊമാൻറ്റിക്. ആ എന്താ നമ്മുടെ മഞ്ജു വാര്യരുമായിട്ട് ഈ 70-ാം വയസ്സിൽ ഉള്ള അത് ആർക്കെങ്കിലും കഴിയുമോ അങ്ങനെ ഒരു ആ രംഗം ഒന്ന് അവതരിപ്പിക്കാൻ? ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഈ മാഷായിട്ടുള്ള അഭിനയിക്കുന്ന അഭിനയം എന്താ അതൊക്കെ? അതെന്ന് വെച്ചാൽ ഒരു അഭിനയത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല മുഹൂർത്തം. അങ്ങനെ ആദ്യം ആശുപത്രിയിൽ മോനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്നുള്ള വികാരത്തിലാണ് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ചെല്ലുമ്പം കണ്ടു കഴിയുമ്പോഴും മാഷാകുന്നു. അപ്പോഴത്തേക്ക് അപ്പം മുഖത്ത് കാണാം, മുഖത്ത് വായിക്കാം എന്താണ് അങ്ങയുടെ മനസ്സിലെന്ന് പറയാം. അതിനുള്ള നടന തിലകൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം തിലകൻ എന്താ പറയുന്നതെന്ന്. അത് വേറെ നടന് പറ്റില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു മഹാനടൻ അല്ലേ, ആ മഹാനടനോടാണ് ഈ ക്രൂരത ഇവർ കാണിച്ചത്. ഏറ്റവും ഒരു വിരോധാഭാസം തോന്നിയ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്ന അന്ന് പത്രപ്പുറ ഈ ദൃശ്യമാധ്യമങ്ങൾ നിങ്ങളെല്ലാം കൂടെ ചെന്ന് ചോദിച്ചു, ശ്രദ്ധിക്കുന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നിട്ട് എന്താ പറഞ്ഞ മറുപടി? ഒന്ന്, ഞങ്ങളതൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടാണോ ഇങ്ങനെ തോരെ വന്നുകൊണ്ടിരിക്കുക. 16-ാം പേജിത്, 20-ാം പേജിത്, 30-ാം പേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. മറ്റൊന്ന് അങ്ങനെ പറഞ്ഞ ഒപ്പം തന്നെ ഇവരെല്ലാവരും ഈ പറഞ്ഞവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിലായി. ഈ നിരപരാധികൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഈ ഇൻഡസ്ട്രി മുഴുവൻ കുഴപ്പക്കാരൊന്നുമല്ല. എല്ലാവരും ഈ പറയണക്ക് കിടക്ക പങ്കിടുന്നവരല്ല, ഒരു തർക്കവും വേണ്ട. പക്ഷെ അവരും ഇപ്പം സംശയത്തിൽ നിന്നില്ല. എങ്ങനെ പൊതുസമൂഹത്തിൽ അവർ കിടക്കും? അത് തെളിയിക്കേണ്ട ബാധ്യത ഈ അമ്മയ്ക്കില്ലേ, ഈ ഫെഫ്റ്റിക്കില്ലേ? നാളെ ഇവരെങ്ങനെ തലകുത്തി നടക്കും പൊതുസമൂഹത്തിൽ? ഇപ്പം ഇവരൊരു സ്ഥലത്ത് പോയാൽ ഇവരും ഇങ്ങനെ നടിയായതായിരിക്കും എന്ന് സ്വാഭാവികമായും ചിന്തിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാനൊക്കെ അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കില്ലേ? അല്ലാതെ എല്ലാവരും ഫാൻസും ഉണ്ടാക്കി കൂവാനും എറിയാനും നടന്നിട്ട് കാര്യമില്ല. സത്യത്തിൽ നമുക്ക് വലിയൊരു നടനെ നഷ്ടപ്പെടുത്തി. ഇവിടെ അദ്ദേഹത്തിന് ഡാം 99 പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിന് ഓസ്കാർ അവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിൻ്റെ സംവിധായകൻ. എന്നോട് അദ്ദേഹം പറഞ്ഞത് ലാസ്റ്റ് അദ്ദേഹത്തെ വിലക്കി വരെ എന്നോട് പറഞ്ഞു, അയലുമായിട്ട് വന്നാൽ നിങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ ഫെഫ്ത ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒറ്റ ടെക്നീഷ്യൻസ് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാനും ദിലകഞ്ചേട്ടനും കൂടെ വർക്കാടി ഇരിക്കുമ്പോഴത്തേക്ക് ഈ സോഹൻ വന്ന് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. സാർ ഒന്ന് പോയി അവരോടൊരു മാപ്പ് പറയണം, ഈ പറഞ്ഞ തെറ്റായിപ്പോയത്. അങ്ങനെ പറഞ്ഞ് ഞാൻ മാപ്പ് പറയാനോ? ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ മാപ്പ് പറയാനോ? നോ, ഞാൻ പറഞ്ഞ തെറ്റാണ്, അവർ തെളിയിക്കട്ടെ. അങ്ങനെയാണ് അവസാനം അതിൽ നിന്ന് അങ്ങനെ മാറ്റുന്നത്. സോഹൻ നിറയണ്ണോടുകൂടി അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്തത് അവസാനം. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഓസ്കാർ അവാർഡ് നഷ്ടപ്പെട്ടു. എനിക്കൊരു ഓസ്കാർ അവാർഡാണ് നഷ്ടപ്പെട്ടത്. ഉണ്ടായിരുന്ന തർക്കമൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ ഓസ്കാർ. അതാണ് ആ ക്യാരക്ടർ. മാസങ്ങളായിട്ട് അദ്ദേഹം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആ ഡയലോഗുകൾ പഠിച്ചുകൊണ്ടിരിക്കുക, ആ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അങ്ങനൊക്കെ ഒരു വാശിയായിരുന്നു അത്. അങ്ങനെയുള്ളൊരു മഹാനടനെ നശിപ്പിച്ച് നമ്മുടെ ഈ അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളാരും ആചാരപടി വെക്കരുത്, ഞാൻ ചത്ത ഒരെണ്ണം അങ്ങോട്ട് വരരുത്. ഇത്രയും പറയാൻ കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വേദന.
അപ്പൊ ആ ഒരു സപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ അവസാനം ആ ഒരു ടൈമിലേക്കൊക്കെ വല്ലാതെ മാനസികമായിട്ട് അദ്ദേഹം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടിലൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തും ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും ചുറ്റിപ്പെട്ടിട്ടുള്ള നിഗൂഢ സ്വഭാവമുള്ള അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേട്ടനോട് പങ്കിടാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ? ഇപ്പൊ ഈ പറഞ്ഞ തന്നെ ഇപ്പം ആ കമ്മീഷനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് നടന്നിരിക്കുന്നത്. അത് അങ്ങേർക്ക് ബുദ്ധിമുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങേരുത് എനിക്ക് ശോഭന എന്ന് പറയുന്നൊരു നടിയുണ്ടെന്ന് അറിയാതെ എത്രയോ നല്ല നടിയല്ലേ, എന്താ അവരിട്ടിട്ട് പോയത്? ഞാനിപ്പോൾ സംശയിക്കുന്നത് ശോഭനയെ പോലുള്ള ഒരു നടി അന്ന് തിളങ്ങി നിൽക്കുകയായിരുന്നു, ദേശീയ അവാർഡ് വരെ കിട്ടി, നിർത്തിയിട്ട് പോയി. ഈ ഒരു കാരണം കൊണ്ടാണെന്നാണ് ആയിരിക്കാം, ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ആണെന്നല്ല പറഞ്ഞു, അവർ പറഞ്ഞിട്ടില്ല, അവരിതുവരെ പറഞ്ഞിട്ടില്ല. കാര്യം അല്ലെങ്കിൽ അവർ ഇന്ത്യൻ സിനിമയിൽ ഒരിക്കലും അവർ തിളങ്ങി നിൽക്കുക. അവർ ഒരു സുപ്രഭാതത്തെ അവർ വേണ്ടാതെ വെച്ചിട്ട് പോകുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടായതിൻ്റെ ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാ അവരാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഇതൊക്കെ നടക്കുന്നു. ഇനിയെങ്കിലും ഈ ഇൻഡസ്ട്രി നേരെയാകണമെങ്കിൽ ഗവൺമെൻറ് നിഷ്പക്ഷമായി ആരെയും രക്ഷിക്കരുത്. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറ്റക്കാരെ മാതൃക അവരെ ശിക്ഷിക്കണം. മറ്റൊന്ന്, ഈ അമ്മ സംഘടനയും ഫെഫ്ക സംഘടനയും പിരിച്ചുവിട്ടിട്ട് തിലകൻ ചേട്ടനോട് ചെയ്ത ഈ പാതകത്തിന് പൊതു സമൂഹത്തിൻ്റെ മാപ്പ് ചോദിക്കണം. ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി, അദ്ദേഹത്തെ ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാപ്പ് പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്ത് കാര്യമാണെങ്കിലും അതിനെതിരെ ശക്തമായിട്ട് അപ്പപ്പ സമയങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് തിലകൻ ചേട്ടൻ. അപ്പോൾ എന്തിനോടാണെങ്കിലും ഒരു ഭയം ഇല്ലാതെ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ മകള് ഇപ്പം റീസെൻ്റ്ലി ഒരു ചെറിയൊരു പ്രശ്നം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിട്ട് പറയാണ്, അവർക്ക് നേരിട്ട ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഇത്രയും നാളുകൾക്ക് ശേഷം അവർ ഈ ഒരു കാര്യം എടുത്തിട്ട് പറയുമ്പോൾ അത് ഈ ഫാമിലിയെ തന്നെ ഇതുപോലെ ഈ ഒരു ഫീൽഡിൽ തിലകൻ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഫാമിലിയെ തന്നെ സപ്രസ് ചെയ്ത് വെച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കാൻ പറ്റുന്നത്? തിലകൻ ചേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഒറ്റയ്ക്കൊരു അങ്ങേർക്ക് അങ്ങനെ ആരോടും പറ്റിയൊന്നുമില്ല. അങ്ങേരുടെ കാര്യം എന്താണ് അങ്ങേരെ ഉണ്ടാക്കിയതെല്ലാം അങ്ങേരുടെ മക്കൾക്കാണ്. അല്ല, ഇപ്പം തിലകൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിന്ന നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫാമിലിയിലേക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല നടനല്ലേ ഇയാള് ഷമീചരൻ. അതെ, ഇതേ ഷമിയത്തെ കൊടുക്കാത്തെന്താ? ഷമി ഏതാണ്ട് തിലകൻ ചേട്ടൻ്റെ അതേ ശൈലി വരുന്നുണ്ട്. ഷമിക്ക് എവിടെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഈ ഒരു കാരണം കൊണ്ടിട്ട് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റാണ് ഷോബി. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അവരെയൊക്കെ തന്നെ നന്നായി അത് തിലകൻ ചേട്ടൻ്റെ ആ ഒരു ബാധിച്ചു. എന്തിനാ അവരങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രഷറുണ്ടായി ഇങ്ങനെ എന്ത് ചെയ്യണം. പിന്നെ അതൊന്നും ഇങ്ങനെ വകവെക്കാത്തതുകൊണ്ട് ആരും ഒന്നും മക്കളങ്ങനെ ഒരു എതിർപ്പിന് വന്നില്ല. അതൊക്കെ അവർ ചെയ്യാവുന്ന എല്ലാ പണിയും ചെയ്തു. മക്കളെ ഒറ്റയെണ്ണത്തിന് അല്ലെ ഷമ്മിയൊക്കെ എത്ര നന്നായി തിലകൻ ചേട്ടനുണ്ട്. എത്ര പടം ഉണ്ടായിരുന്നു ഷമ്മിക്ക്, ഇപ്പം എത്ര പടമുണ്ട്? അത് കാരണം ഇതല്ലേ. അങ്ങനെ ചത്തിട്ട് പോലും അങ്ങനെയോട് അവരുടെ ആ പ്രതികാരം അവർക്ക് തീരുന്നില്ലല്ലോ. ഇപ്പോൾ തിലകൻ ചേട്ടൻ്റെ അത്രയും മോശമായിട്ടുള്ള ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഒരു നാടക സമിതി രൂപീകരിക്കുകയും അദ്ദേഹത്തിന് അത്രയും വലിയൊരു സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ആ ഒരു ആത്മബന്ധം എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അതൊരു തുടങ്ങുന്നത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തെന്ന് പറയാനൊക്കത്തില്ല. ഒരു ആരാധന, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. സുഹൃത്തെന്ന് പറയുന്നതല്ല, സുഹൃത്തെന്ന് പറയുമ്പോൾ അതിന് വേറെ തലവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഇതെന്ന് കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഞാൻ കാണും. അങ്ങനെ ഉണ്ടായ വരുന്നതാണ് എനിക്ക്. അതിനെനിക്ക് വഴിയുണ്ടാക്കി തന്നത് നമ്മുടെ വിനയനാണ്. അദ്ദേഹവുമായി കൂടുതൽ അടുക്കാനായിട്ട് വഴിയുണ്ടാക്കി തന്നത് വിനയനാണ്. അദ്ദേഹമാണ് എനിക്കൊരു അമ്പലപ്പുഴയിൽ ഫോക്കസ് സ്റ്റോർ സംഘടനയുടെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു വാർഷികത്തിന് ഇദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യും. അത് വിനയനാണ് അദ്ദേഹത്തെ എനിക്ക് അന്ന് ഉണ്ടായ ബന്ധം അത് വളരെ കൂടുതൽ സന്തോഷമായിട്ട് ഞങ്ങൾ കൊണ്ടു. അദ്ദേഹത്തിൻ്റെ മരണം വരെ അവസാനം മരിക്കുമ്പോഴും ഞാൻ കിംസിലുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങളുടെ മുമ്പിലുണ്ട്. കാരണം വ്യക്തിപരമായി ഇതുപോലൊരു നല്ല മനുഷ്യൻ. അങ്ങേർക്ക് ഒരു കാരണവശാലും പലരും പറയുന്ന നടക്കുന്നതല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം. പിന്നെ 10 പേര് കൂടി കള്ളാന്ന് വിളിച്ചാൽ കള്ളനായി പോകും, കള്ളനല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു ഇതുണ്ടായ ഒരു രീതി അതാണ് സംഭവിച്ചത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്
തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്ക് 100% ശരിയാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ ബോധ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിനപ്പുറത്തൊരു സാക്ഷ്യപത്രം ഇനി തിലകൻ ചേട്ടൻ കിട്ടാനില്ല. ഉറപ്പ് ആണ് ഇതൊക്കെ. ഇതിലൊക്കെ ഒരു കമ്മീഷനല്ലേ, ചുമ്മാ വഴിക്കണ്ടല്ലോ, അനുഭവിച്ച അതിൻ്റെ ഇരകളല്ലേ ഇത് പറയുന്നത്. ഞങ്ങളെ ഇന്നണക്ക് ചെയ്തു, ഞങ്ങളുടെ മുറിയിൽ വന്ന് മുട്ടി, ഞങ്ങൾക്ക് പോകുന്നു, ചെയ്തില്ലെങ്കിൽ നാളെ കാണത്തില്ല, നിനക്ക് ഷൂട്ടിങ് കാണത്തില്ല, തിലകനെ നീ കണ്ടില്ലേ, വലിയ പ്രമാണി നടനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തിലകൻ അങ്ങനെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. തിലകൻ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചാണ് ഇവര് പറയുന്നത്. അയാളെപ്പോലെ ഒരാളിനെ കൈകാര്യം ചെയ്യാനാണോ നിന്നെ പോലൊരു 7-ാം കൂലി എന്നുള്ള രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ ഇവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഏതായാലും ഇതൊരു വലിയൊരു ഒരു 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 ടേണിംഗ് പോയിൻ്റാണ് മലയാള സിനിമയിൽ. ആത്മാഭിമാനമുള്ള കുട്ടികൾക്ക് നന്നായി ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഈ നടികൾക്കാണെങ്കിലും കൊള്ളാം, മറ്റുള്ളവർക്കാണെങ്കിലും കൊള്ളാം, ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിയ പൊതുസമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നതായിട്ട് വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ പറഞ്ഞവരാരൊക്കെയാണെന്ന് കണ്ട് ആരൊക്കെയാണ് ഇത് ശ്രമിച്ചത് അവരെ കയ്യാൻ പറ്റെങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അവിടെ ആരെങ്കിലും രക്ഷിക്കാൻ പോയാൽ. അപ്പൊ ആ പറയുന്ന ആ ഒരു ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു 15 പേരുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അവരെ ഇനിയിപ്പോ പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 100% വിശ്വസിക്കുന്നു. ഇവരുടെ പേരുകളൊക്കെ വെളിപ്പെടുത്തും. ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ടാണ് ഇവർ പോയി കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തിരിക്കുന്നതെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പീഡനത്തിന് അവർ ഇരകളായിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും പറയണം. അവിടെയാണ് ഇപ്പൊ ഈ പറയുന്ന 15 പേരെന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്ന ആ ഒരു ലിസ്റ്റില് പെട്ടിട്ടുള്ളവര് അന്ന് തിലകൻ ചേട്ടനോട് പറഞ്ഞിരുന്നവർ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. 100%. വേറെ ആളില്ലല്ലോ, എല്ലാവരൊക്കെ ആ പ്രമാണിമാർ തന്നെ, എല്ലാം അത് തന്നെ. അപ്പൊ ഇനിയാണെങ്കിലും മലയാള സിനിമയ്ക്ക് പറയുന്ന പോലെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ച് ഇതൊക്കെ മാറി നല്ലൊരു കാലം ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകണം. ഇനി നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ പോകാനായിട്ട് മനസ്സ് കാണിക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് തൻ്റെ മകളെ സിനിമയ്ക്ക് വിടുകയും സെക്യൂർഡ് ആയിട്ട് വിടാനുള്ള ഒരു പേടി ഉണ്ടാവും. വിടത്തില്ല. മറ്റേ ഇപ്പം എത്ര നല്ല നടികളെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അവർ പോവര് ഇതാ കാരണം പോയാൽ പിന്നെ മാർക്ക് ചെയ്യപ്പെടുക. ഇപ്പം കാരണം അവിടെ ചെന്നാൽ കിടക്ക പങ്കിടണം, അല്ലെങ്കിൽ മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം. ഇതല്ലേ ഇപ്പോഴത്തെ പൊതുധാരണ. അതടഞ്ഞു. അതിനൊക്കെ ഇനി ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിർദാക്ഷിണ നടപടി ഉണ്ടാകണം. ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എപ്പോഴും ഈ സ്ത്രീകളോട് എന്തെന്നുള്ളവരാണ്, അതുകൊണ്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്.